ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂട് എപ്പിസോഡ്. ഞാൻ ഈ വീട്ടിൽ നിന്ന് എങ്ങും പോകുന്നതുമില്ല, അവനെ കാണാതിരിക്കാനും പോകുന്നില്ല. എന്താ ഉണ്ടാവുന്നതെന്ന് അറിയാമല്ലോ. നിന്റെ കൈയും കാലും തല്ലി ഒടിച്ച് ഞാൻ ഈ മൂലക്കിടും. എടി, അവൻ വന്ന് ചോദിക്കുമെന്നല്ലേ പറഞ്ഞേ? ചോദിക്കട്ടെ. ഡാ, അടങ്ങിയിരിയടാ. നീ ഇത് കഥ കടച്ച് അകത്ത് കയറുന്നു. എടി, നിക്കടി അവിടെ, കഥ തുറക്കടി. നീ എത്ര നേരം അതിനകത്ത് ഇരിക്കുമെന്ന് എനിക്കൊന്ന് അറിയണം. ഇന്ന് രണ്ടിലൊന്ന് അറിയണം. എടി, വാതിൽ തുറക്കടി. പിന്നെ ഹരീഷിന്റെ വീടാണ് കാണിക്കുന്നത്. ഹരീഷ് വരുന്നു. അച്ഛൻ ചോദിക്കുന്നു, എടാ, ആ പെണ്ണെന്തി വീട്ടിൽ കൊണ്ടാക്കി? ഒന്നുമില്ലെന്ന് നിന്നെ തേടി വന്നേല്ലയോ? അവളോട് അങ്ങനെ ചെയ്തത് മോശമായിപ്പോയി. കല്യാണം കഴിഞ്ഞ് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ എത്ര തവണ പറഞ്ഞാ? നീ നോക്കിക്കോ, ഈ വാശിക്ക് അവര് വേറെ ഒരുത്തനെയും കൊണ്ട് അവളെ കെട്ടിക്കും. മാലയോഗം നിന്റെ ഉച്ചയ്ക്ക് വന്ന് നിന്നെയാ. അത് നീയായിട്ട് തെറ്റിച്ചു. നിനക്ക് നിന്റെ ചേട്ടനെ പോലെ നിത്യ ബ്രഹ്മചാരിയായിട്ട് ജീവിക്കാം. ആശംസകൾ. ചെല്ല്. എടാ, അവളെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കി. അവളുടെ വീട്ടിലേക്കോ? വിവാഹം നടന്ന ഇപ്പം സാധ്യമല്ലെന്ന് ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കി. എന്നിട്ട് വീട്ടിൽ കൊണ്ടാക്കി. എടാ, അവിടെ ആകെ പ്രശ്നമല്ലയോ? അവിടെ ചേട്ടൻ്റെ അമ്മയുടെ ഉപദ്രവം കാരണം അവൾ ഇറങ്ങി വന്നത്. എടാ, അവളെ വീണ്ടും അവിടെ കൊണ്ടാക്കിയത് ഓക്കെയാണോ? നീ എന്താടാ ഒന്നും മിണ്ടാതിരിക്കുന്നത്? എന്തിനാ അവളെ അവിടെ കൊണ്ടാക്കിയത്? ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചെടുത്ത തീരുമാനമാണ്. തൽക്കാലം അവൾ അവിടെ വീട്ടിലും ഞാൻ ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. അവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവൾ എന്നെ ഫോൺ ചെയ്യും, മെസ്സേജ് അയക്കുകയും ചെയ്യും. അതിനവിടെ ഈ ഫോണുണ്ടോ? ഒരെണ്ണം മേടിച്ചു കൊടുത്തിട്ടാണ് പറഞ്ഞയച്ചത്. എടാ, അവൾ അവിടെ നിൽക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഇറങ്ങി വന്നത്. വീണ്ടും അവിടെ ചെന്ന് അവളെ വെച്ചേക്കുവോ? എൻ്റെ പൊന്ന് സുഭാഷ് ഏട്ടാ, അവിടെ ആങ്ങളച്ചെറുക്കൻ ഒരു സൈക്കോയാണ്. അതാണ് എനിക്കും പേടി. ഒന്നും ഉണ്ടാവില്ല സുഭാഷ് ഏട്ടാ. വീട്ടിൽ പോയി തന്നെ നിൽക്കാമെന്ന് നീതു തന്നെയാണ് പറഞ്ഞത്. അവളുടെ വീട്ടുകാരല്ലേ, അവൾ നോക്കിക്കോളൂ. എന്തേലും ഒരു സംഭവം ഉണ്ടായാൽ അവൾ എനിക്ക് മെസ്സേജ് അയക്കും. ഇവൻ എന്തേ പൊട്ടത്തരോ കാണിച്ചത്? ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ, അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിക്കാണും. എന്നാലും പാവം, അതിനെ അവരടിക്കുമെന്നാ തോന്നുന്നത്. ഇനി എന്തേലും ഉണ്ടാകുമ്പോൾ അപ്പം നോക്കാം. പിന്നെ കാണിക്കുന്ന നീതുവിൻ്റെ വീടാണ്. എടി, വാതിൽ ഉറക്ക, അല്ലെങ്കിൽ ഞാൻ ചവിട്ടി പൊളിക്കും. നീതു ഹരീഷിനെയാണെന്ന് തോന്നുന്നു ഫോൺ ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് സുധീഷിനെയാണ്. ശരിയടാ ഹരീഷ്, നീ അവളെ വിളിച്ചില്ലെങ്കിൽ നീ അങ്ങോട്ട് വിളിക്കണം. ചില കാര്യങ്ങൾ അറിയണ്ടെന്ന് കരുതി മറച്ചു വെക്കും അവള്. ആ ശരിയടാ, ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് വിളിച്ചേക്കാം. ആരാ, ഹരീഷാണോ? അതെ. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതുവരെ കുഴപ്പമൊന്നും ഇല്ലെന്നാ പറഞ്ഞത്. ഹരീഷ് അവളെ പറഞ്ഞ് മനസ്സിലാക്കി വീട്ടിൽ കൊണ്ടാക്കി. ആ സ്ഥാനത്ത് നിങ്ങളായിരുന്നുവെങ്കിലോ? എനിക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇനിയും വരാമല്ലോ. നമ്മുടെ ഡിവോഴ്സ് കഴിഞ്ഞാലേ നിങ്ങളൊരു കുട്ടിയായിട്ട് പ്രേമത്തിലാവോ? അപ്പം ആ കുട്ടി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതിപ്പം ഞാൻ പറയാം. നിങ്ങൾ ആ നിമിഷം കല്യാണം നടത്തും. ഹരീഷ് അങ്ങനെ ചെയ്യാതെ ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി വീട്ടിൽ കൊണ്ടാക്കി. അതിൻ്റെ കാരണം എന്താന്ന് ഹരീഷ് പറഞ്ഞോ? പറഞ്ഞു. സുഭാഷേട്ടൻ്റെ വിവാഹം കഴിയാതെ അല്ലേ? അതെങ്ങനെ താൻ അറിഞ്ഞു? ഹരീഷ് പറഞ്ഞു. ആരും പറഞ്ഞില്ല. അത് മനസ്സിലാക്കാനേ റോക്കറ്റ് സയൻസ് പഠിക്കണമെന്നൊന്നുമില്ല. ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ കുടുംബസ്നേഹം ഉള്ളത് അവനാണ്. അപ്പം നമുക്കൊന്നും ഇല്ലെന്നാണോ പറയുന്നത്? നിങ്ങൾക്ക് സ്നേഹം ഉള്ളത് നിങ്ങളോട് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ അവനവൻ്റെ ലാഭം ചിന്തിച്ച് ഓരോന്ന് ചെയ്യുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഗുണകരമാകുന്ന എന്തെങ്കിലും ഒരു കാര്യം കാണും. പക്ഷെ അവൻ അങ്ങനെ ചെയ്താൽ അവന് ഗുണകരമായ ഒരു കാര്യം കാണത്തില്ല. അങ്ങനെയാണ് അവൻ. ഇന്നലെ നിങ്ങളും അച്ഛനും ഒക്കെ നിർബന്ധിച്ചിട്ട് അവൻ ആ കല്യാണം ഒഴിഞ്ഞത് സുഭാഷ് ചേട്ടന് വേണ്ടി മാത്രമാണ്. അത് അവൻ്റെ മനസ്സിൻ്റെ വലിയ ലക്ഷണമാണ്. അതറിഞ്ഞിട്ടാണ് നീതു എല്ലാം വിട്ട് ഹരീഷിൻ്റെ അടുത്തേക്ക് വന്നത്. അവൻ നല്ലൊരു പെൺകുട്ടിയെ ഡിസൈഡ് ചെയ്യുന്നുണ്ട്. ശരി, അവൻ പറഞ്ഞതെല്ലാം ശരിയാണ്. അവൻ സുഭാഷ് ചേട്ടനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഞാൻ ആ പെൺകുട്ടിയെക്കുറിച്ച് ആലോചിച്ചില്ലയോ? ആ കുട്ടി വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവൾ നേരിടാൻ പോകുന്ന ദുരിതങ്ങളെ ഓർത്ത് അവളെ പിടിച്ച് ഇവിടെ നിർത്താൻ ഞാൻ നോക്കിയില്ലയോ? അതും ഒരു നല്ല മനസ്സല്ലേ? അതിനെ ഒന്ന് പുകഴ്ത്തുന്നതിന് ഒരു കുഴപ്പമില്ലല്ലോ. ഞാൻ പോകുന്നതിന് മുമ്പേ വീട്ടിലേക്ക് ഒരു പെൺകുട്ടി വന്നു കഴിഞ്ഞാലേ നാട്ടുകാരുടെ മുമ്പിലുള്ള പേരുദോഷം മാറും എന്നുള്ള വക്രബുദ്ധി കൊണ്ടാണ്. ഇയാൾ ഇതിൻ്റെ എല്ലാം മറുവശമാണല്ലോ വായിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് നീതുവിൻ്റെ വീടാണ്. എടി, തുറക്കടി. അപ്പോഴത്തേനെ ഹോണിംഗ് ബെല്ല് അടിക്കുന്നു. എടാ, ആ വടി താത്തട്ടെ, ആരാന്ന് നോക്കി. വാതിൽ തുറന്നു വരുന്നു. പോലീസോ? ആരാ ഈ നീതു? എൻ്റെ മകളാ. ഇതവളുടെ അമ്മ, ഇത് ചേട്ടൻ. എന്താ മേഡം, നീതു എന്തെങ്കിലും തെറ്റ് ചെയ്തോ? എൻ്റെ ഭഗവാനെ, വന്ന് വീട്ടിൽ പോലീസും കയറിയോ? എന്തൊക്കെ സഹിക്കണം. എന്താ സാറേ അവൾ ചെയ്തത്? നിങ്ങളൊന്നും മിണ്ടാതിരി. ആദ്യം പോയി നീതുവിനെ വിളിച്ചോണ്ട് വാ. എടി നീതു, കഥ ഓർക്കടി. നിന്നെ അന്വേഷിച്ച് പോലീസ് വന്നിരിക്കുന്നു. കുട്ടിയാണോ വിളിച്ചിരുന്നത്? അതെ, ഞാനാ മേഡം വിളിച്ചത്. ഇവരാണോ അവർ? അതെ മേഡം. നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഈ കുട്ടിയെ ടോർച്ചർ ചെയ്യുന്നോ? ഇത് സാറേ, ഇത് ഞങ്ങളുടെ മകളല്ലേ? ഈ കുട്ടിയെ ശാരീരിക മാനസികമായിട്ട് ഉപദ്രവിക്കുകയെന്ന് ഈ കുട്ടിയുടെ കംപ്ലൈൻ്റ് ഉണ്ടല്ലോ. അയ്യോ, അങ്ങനെയൊന്നും ഇല്ല മേഡം. ഉണ്ട് മേഡം. മേഡം വന്നപ്പോഴേ ഞാൻ മുറിക്കുള്ളി വാതിലടച്ചിരിക്കുമല്ലായിരുന്നോ? അതെന്തുകൊണ്ടാണെന്നറിയാമോ? മുറിക്കുള്ളിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ കയ്യും കാലും തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയും ചേട്ടനും വാതിലിൻ്റെ വെളിയിൽ നിൽക്കുമായിരുന്നു. ഒരു മിനിറ്റ് മേഡം, ഇതുപോലുള്ള ആയുധങ്ങൾ വെച്ചാണ് എന്നെ തല്ലുന്നത്. എന്നെ ഇപ്പോൾ ആശുപത്രി കൊണ്ടുപോയാൽ അറിയാം. ഇവനാ ഏറ്റവും കൂടുതൽ തല്ലുന്നത് എന്നെ. എടി, ഞാനോ? നിന്നെ ഞാൻ? എടാ, നിർത്തടാ. എൻ്റെ മുമ്പ് വെച്ച് ഇവളെ ഭീഷണിപ്പെടുത്തുവാണോ? എന്താണ് നിൻ്റെ പേര്? അഖില്, ഇങ്ങോട്ട് മാറി നിൽക്കുക. എന്താണ് നിൻ്റെ ജോലി? ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ജോലിയും കൂലിയും ഇല്ലാന്ന് വീട്ടിൽ ഇരുന്നിട്ടാ കോളേജിൽ പോകുന്ന കുട്ടിയെ തല്ലാൻ നിൽക്കുന്നത്. ഈ കുട്ടിയുടെ പരാതി ഒന്ന് മതി നിന്നെ പിടിച്ച് ജയിലിൽ അടച്ചിടാം. പിന്നെ നീ പുറലോകം കാണത്തില്ല 6 വർഷത്തേന്. നിങ്ങളോടും കൂടിയാ പറയുന്നത്. എന്ത് ധൈര്യത്തിലാണ് ഈ കുട്ടിയെ അടിക്കുന്നത്? മനസ്സിലായോ? എന്താ മിസ്റ്റർ, നിങ്ങൾ ഈ കുട്ടിയുടെ അച്ഛനല്ലയോ? നിങ്ങൾക്കൊന്ന് തടഞ്ഞൂടെയോ? അച്ഛൻ തടഞ്ഞിട്ടൊന്നും കാര്യമില്ല സാർ. അച്ഛൻ പറയുന്നൊന്നും ഇവർ കേൾക്കാൻ പോകുന്നില്ല.
അച്ഛൻ തല്ലില്ലെന്നേ ഉള്ളൂ, ചീത്ത പറയുന്നത് കേൾക്കണം. ഇവരൊക്കെ നിന്നെ തല്ലാനും ചീത്ത പറയാനും ഒരു കാരണമുണ്ടല്ലോ. എന്താ കാര്യം? പേടിക്കാതെ പറ. എനിക്കൊരാളെ ഇഷ്ടമാണ്, അത് ഇവർക്ക് ഇഷ്ടമല്ല, അതാണ് കാരണം. മോശ കുടുംബമാ സാറേ. ഞാൻ കല്യാണം കഴിക്കുന്നത് കുടുംബത്തെ അല്ല, ആളിനെയാണ്. എനിക്ക് ഒളിച്ചോടി പോകാൻ പ്ലാനൊന്നുമില്ല. എനിക്ക് പഠിക്കണം, എനിക്കൊരു ജോലി മേടിക്കണം, എന്നിട്ടേ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അവനെ കാണുന്നത് പോലും ഇഷ്ടമല്ലെന്ന് പറഞ്ഞോണ്ടാണ് എന്നെ അടിക്കുന്നത്. അവനെ ലവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇറങ്ങിപ്പോക്കോളാൻ പറഞ്ഞാൽ എന്നെ അടിക്കുന്നത്. ഇവിടുന്ന് ഇറക്കി വിട്ടാൽ ഞാൻ എങ്ങോട്ടാ പോകുന്നത്? ഇത് എൻ്റെയും കൂടെ വീടല്ലയോ? ഇത്രയും നാൾ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ ചെറുക്കൻ്റെ കൂടെ കറങ്ങുക പോലും ചെയ്തിട്ടില്ല. അവനെ ഇങ്ങോട്ടും കൊണ്ടുവന്നിട്ടില്ല, അവൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയിട്ടുമില്ല. അതിനൊക്കെ കൂടിയാണ് എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത്. മേഡം, എൻ്റെ ദേഹം മുഴുവൻ നോക്ക്, പാടുകളാ. ദീ നിൽക്കുന്ന ചേട്ടനാണെങ്കിൽ എന്നെ കൊല്ലുമെന്നാണ് ഭീഷണി. എനിക്ക് എൻ്റെ ജീവനിൽ പേടിയുണ്ട്. ഇവരുടെ അഭിമാനത്തിൻ്റെ പേരിൽ ഇവരെന്നെ കൊന്നേനെ. മേഡം എങ്ങനെയെങ്കിലും ഇവരിൽ നിന്ന് രക്ഷിക്കണം. മേഡം ഇപ്പം വന്നില്ല, നീ വാതിൽ ചവിട്ടി തുറന്ന് എന്നെ ഇപ്പം കൊന്നേനെ. മേഡം, ഇവിടെ എൻ്റെ ജീവിതത്തിൽ ഒരു സുരക്ഷിതയും ഇല്ല. മേഡം, ഇവൾ അനാവശ്യമായിട്ട് ഓരോന്ന് പറഞ്ഞുണ്ടാക്കുക. ഇവള് പ്രേമിക്കുന്നെന്ന് പറഞ്ഞില്ലേ, അതൊരു തെണ്ടി ചെറുക്കനാ. അങ്ങനെയുള്ളവർക്ക് അച്ഛനും അമ്മമാർക്ക് ഇഷ്ടപ്പെടുമോ? തെണ്ടി ചെറുക്കനെ അവനല്ല, അവനൊരു മെക്കാനിക്കലാ. തെണ്ടി ചെറുക്കൻ താണ്ടി ഇവനാ. ഞാൻ അവൻ്റെ കൂടെ ഒളിച്ചോടി പോയില്ല. അവനെ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പം തന്നെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് ഒരുപാട് പഠിക്കണമെന്നുണ്ട്. അവനെ ഇഷ്ടമാണെന്ന പേരിൽ എൻ്റെ പഠിപ്പ് പോലും മുടക്കിയേക്കുക. അവനെ കണ്ടാലോ എന്ന് കരുതി എന്നെ പുറത്തു പോലും വിടുന്നില്ലല്ലോ. ഈ കുട്ടി പറയുന്ന കേട്ടാൽ നിങ്ങൾക്കെതിരെ ഇപ്പോഴേ കേസെടുക്കാൻ വകുപ്പുണ്ടല്ലോ. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ അവകാശമാണ്. അതിനെ വിലക്കുവാണോ ചെയ്യേണ്ടത്? ആരെ ഇഷ്ടപ്പെടണോ ഇഷ്ടപ്പെടണ്ടെന്ന് ഒരാളുടെ മൗലിക അവകാശമാണ്. എത്ര വയസ്സായ കുട്ടിക്ക്? 20 വയസ്സായ കുട്ടിക്ക് ഒരാളെ ഇഷ്ടമാണെങ്കിൽ ആ ഇഷ്ടത്തിനെ കോടതി നിൽക്കത്തുള്ളൂ. അറിയാലോ, ഇത്രയും വയസ്സായ കുട്ടിയെ തല്ലി ചതയ്ക്കാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയുള്ളത്? എന്താടോ, കൊലപാതക ഭീഷണി ഉണ്ടെന്നാണല്ലോ ഈ കുട്ടി പറയുന്നത്. ഇല്ല മേഡം, ഈ കുട്ടി ഇവിടെ വെച്ചൊരു പരാതി എഴുതി തന്നാൽ നിങ്ങൾ 3 പേരും അകത്താ. എന്താ വേണോ? വേണ്ട മേഡം, ഇതാണ് നിങ്ങൾക്കുള്ള അവസാന വാണിംഗ്. ഇനി ഈ കുട്ടിയുടെ മേയെ കൈ പൊക്കിക്കഴിഞ്ഞാൽ ഇനി ഉണ്ടാവുന്ന അറിയാലോ. പോയി പേനയും പേപ്പറും എടുത്തോണ്ട് വാ. കുട്ടി എവിടെ നിൽക്കുക? താൻ പോയിട്ട് വാ. എന്താ, മകളെ തല്ലണമെന്നുണ്ടോ? ദാ മേഡം, എഴുതാൻ അറിയത്തില്ലയോ? അറിയാം, എന്നാ എഴുത്. ഇയാളുടെ പേരെന്താ? ചന്ദ്രൻ. വീട്ടുപേരോ? തേറാട്ടിൽ. എന്നാൽ ഞാൻ പറയുന്ന പോലെ എഴുതിക്കോ. തേറാട്ടിൽ ചന്ദ്രൻ, മകൻ അഖിൽ. ഇനി മുതൽ എൻ്റെ അനിയത്തിയെ ശാരീരികവും മാനസികമായിട്ട് ഉപദ്രവിക്കത്തില്ലെന്ന് സത്യം ചെയ്യുന്നു. ഇനി ഒപ്പിട്, നിങ്ങളും ഒപ്പിട്. ഇതെൻ്റെ കയ്യിലുണ്ട്. ഇതിന് വിപരീതമായി എന്തെങ്കിലും പ്രവർത്തിച്ചാൽ അറിയാലോ. ഇനി ഇതുപോലെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചേരെ. പ്രേമമെന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പ് മുടക്കല്, അതാണ് മുഖ്യം. കുട്ടി ഒന്ന് ഇങ്ങോട്ട് വരൂ. പിന്നെ കാണിക്കുന്നത് ഹരീഷിനെയും നീതുവിനെയാണ്. എടി, കുറേ നേരമായല്ലോ നീ തീറ്റ തുടങ്ങിയിട്ട്. എന്താ ഉണ്ടായെന്ന് പറ. ഇന്നലെ മുതൽ വഴക്കുണ്ടാക്കിയിട്ട് പട്ടിണിയാ, അതുകൊണ്ട് നല്ല വിശപ്പ്. ആശ്വാസമായി. എരിവുണ്ടെങ്കിലും ബീഫ് കലക്കി. നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മേടിച്ചു തന്നെ. എന്താ ഉണ്ടായെന്ന് പറ നീതു. നേരെ ഇത്രയായി. നീ രാത്രി അങ്ങോട്ടല്ലേ പോകുന്നേ? എന്താ ഉണ്ടായെന്ന് എനിക്കറിയണ്ടേ? മനുഷ്യനെ ടെൻഷനാക്കാതെ കാര്യം പറ. അത്ര ടെൻഷനുണ്ടോ? കൊണ്ടുവന്ന് വിട്ടട്ടെ, ഒറ്റ പോക്ക് പോയില്ലേ? നീ അങ്ങനെയാണോ വിചാരിക്കുന്നത്? ഞാൻ കുറേ നേരം ആ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്തിന്? അല്ല, നേരത്തെ പോലെ തല്ലിയോ കൊല്ലിയോ എങ്ങാനും ചെയ്താൽ നേരിട്ട് വന്ന് ചോദിക്കാമെന്ന് കരുതി. ശരിക്കും ഏതാണ്ട് 2 മണിക്കൂറുണ്ട് എന്നെ വീടിൻ്റെ പരിസരത്ത്. എന്തെങ്കിലും പ്രശ്നം വന്നാൽ നേരിട്ട് ചോദിക്കാമെന്ന് കരുതി. എനിക്ക് നിന്നെ ഹഗ് ചെയ്യാൻ തോന്നുക. ശരിയാ ബ്രോ, ഒന്ന് കെട്ടിപ്പിടിക്കാൻ നോക്ക്. പോടാ. എടി, നീ കാര്യം പറയടി. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നതേ അവർക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. അപ്പം അതുപോലെ വഴക്ക് തുടങ്ങി. അല്ല, ഞാൻ ആ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് ഞാൻ കേട്ടില്ലല്ലോ. വാതിലും ജനലും അടച്ചിട്ടായിരുന്നു. എല്ലാവരും ഇട്ടേച്ചിട്ട് പോയതല്ലേ, എന്തിനാ വന്നേന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങി. അമ്മ തല്ലാൻ വരുന്നു, ചേട്ടൻ തല്ലാൻ വരുന്നു, അച്ഛൻ തല്ലാൻ വരുന്നു. എന്നിട്ട് നിന്നെ തല്ലിയോ? പിന്നെ അല്ലാതെ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഓടി അകത്തേറി വാതിലടച്ചു. എന്നിട്ട് എന്താ ചെയ്തതെന്ന് അറിയാമോ? ആത്മഹത്യ ചെയ്യാൻ നോക്കിയ ബ്രോ. അയ്യോ, കഥ നേരെ 90s പോയോ? എന്തിനാ മോളെ നീ ഇങ്ങനെ ചെയ്തത്? നിനക്ക് ആരെ വേണമെങ്കിലും കെട്ടിക്കോ. കരച്ചില് പിഴിച്ചില് ക്ലീശല. ഇനി ഹരീഷേട്ടനെ പ്രേമം പൂക്കുന്നു. നിങ്ങളുടെ പ്രേമം അടാറ് ശോകമായി. ഒന്ന് പോടാ നീയൊന്ന്. ഞാൻ നേരെ പോലീസിലേക്ക് ഫോൺ ചെയ്തു. എൻ്റെ അച്ഛനും അമ്മയും ചേട്ടനും എന്നെ കൊല്ലാൻ നോക്കുക എന്ന് കരുതി ഒറ്റ കരച്ചില്. ഇനിയും ഒരു 10 മിനിറ്റിനുള്ളിൽ പോലീസ് വീട്ടിലെത്തി. എന്നെ അടിച്ചതും ചീത്ത വിളിച്ചതും എല്ലാം പറഞ്ഞു. പിന്നെ അവരുടെ ഒരു പെർഫോമൻസ് ആയിരുന്നു. എൻ്റെ വഴക്കാളിയായ ചേട്ടൻ മുള്ളിയില്ലെന്നേ ഉള്ളൂ. പോലീസ് പോകാൻ നേരത്തെ എന്നെ പുറത്തേക്ക് വിളിച്ച് എന്താ പറഞ്ഞതെന്നറിയാമോ? ഇതിൽ എൻ്റെ നമ്പറുണ്ട്, എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചേരെ. എന്താ, തല്ലാൻ തോന്നില്ലേ? കൈ ഉയർത്തിയൊന്ന് നോക്ക്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണേ.